മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ സകല മാപ്രകളും കൂടിയിട്ട് രാഘവ് ചദ്ധയെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? BJP-യിലാണല്ലോ അംഗത്തെടുത്തത്. ജാതി പോലും പൊക്കിപ്പിടിച്ചു വന്നു ഒരു മാധ്യമ പ്രവർത്തക. ഞാനതൊന്നും ഇവിടെ കൊടുക്കാം. മറ്റൊരു മാധ്യമ പ്രവർത്തക വിളിച്ചു പറയുന്നത് അശ്ലീലമാണ് എന്നൊക്കെയാ. അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. ആദ്യം സിന്ധു സൂര്യകുമാർ പൊക്കിക്കൊണ്ടുവന്നത് എന്തൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. തൊഴിൽപരമായി ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോടീശ്വരൻ, വിദേശ വിദ്യാഭ്യാസമുള്ള ഉന്നത കുലജാതൻ, ആപ്പിന്റെ ഖജാന സൂക്ഷിപ്പുകാരനും MLA-യും പിന്നെ പഞ്ചാബിലെ വിജയശില്പികളിൽ ഒരാളുമായ ആപ്പിന്റെ പോസ്റ്റർ ബോയ് രാഘവ് ഛദ്ദ എന്ന 38-കാരൻ രാജ്യസഭാ MP ആപ്പ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ രാജ്യസഭയിൽ നെടുകിൽ പിളർന്നു. രാജ്യസഭയിൽ ഉണ്ടായിരുന്നതിൽ 7 MP-മാരും രാഘവ് ഛദ്ദയ്ക്കൊപ്പം BJP-യിൽ ചേർന്നു. നിങ്ങൾ കേട്ടോ, ഉന്നത കുലജാതൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നൊക്കെ പറഞ്ഞതിന് സിന്ധു സൂര്യകുമാറിന് നന്ദി പറയാം. എങ്ങനെ കോടീശ്വരനായി എന്നൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാവുമല്ലോ. വളരെ മികവുള്ള വിദ്യാഭ്യാസപരമായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം നേടി ലോകത്തിലെ തന്നെ മികച്ച കമ്പനികളിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ കോടീശ്വരനായി എന്നൊക്കെ എടുത്തു പറഞ്ഞ് ഉന്നത കുലജാതൻ ജാതിയൊക്കെ എടുത്ത് ആവുന്നത് പോലെ BJP-യിൽ അംഗത്തെടുത്തു. അപ്പോൾ തുടങ്ങും ജാതിയും കോടീശ്വര കണക്കും എന്തൊക്കെ. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയുക. AAP-യിൽ രാഘവ് ഛദ്ദ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് ഒരു സമയത്ത് പോലും ഉന്നത കുലജാതനാണ് രാഘവ് ഛദ്ദ എന്നൊക്കെ ഈ സിന്ധു സൂര്യകുമാർ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ സകല വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയാം. BJP-യിലേക്ക് ആരെങ്കിലും ഒന്ന് പോയോ അപ്പൊ തുടങ്ങും അവന്റെ ജാതി എടുക്കും, ഗ്യാസിന്റെ എണ്ണ എടുക്കും, സകലതും കുത്തിപ്പിടിച്ച് പോക്കിക്കൊണ്ടുവരും. ഇവരുടെയൊക്കെ ജാതി ഇരട്ടത്തം. ഇവരൊക്കെയാണ് പോലും ഇവിടെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. മറ്റൊരാള് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കോ. അഴിമതിക്കെതിരായ രാജ്യവ്യാപക മുന്നേറ്റം എന്ന പേരിൽ ആരംഭിച്ച ആവേശ പോരാട്ടം ഒടുവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു അശ്ലീല നാടകമായി പര്യവസാനിക്കുകയാണ്. സാധാരണക്കാരന്റെ പേരും അസാധാരണമായ ഒരു ചിഹ്നവുമായി രാജ്യ തലസ്ഥാനത്ത് നിന്ന് വിപ്ലവം തുടങ്ങിയ ആം ആദ്മി പാർട്ടി തകർന്നടിയുകയാണ്. നിങ്ങൾ കേട്ടില്ലേ എത്ര ഉളുപ്പില്ലായ്മയായി വിളിച്ചു പറയുന്നത്? രാഘവ് ഛദ്ദ ഉൾപ്പെടെ 7 AAP-യുടെ രാജ്യസഭാ MP-മാർ BJP-യിൽ അംഗത്വമെടുത്തു എന്ന് പറഞ്ഞ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമ പ്രവർത്തക വിളിച്ചു പറയാ AAP ഒരു അശ്ലീലമായിട്ട് തീരുന്നു എന്നൊക്കെ. എത്ര ഉളുപ്പില്ലായ്മയാ. BJP-യിൽ അംഗത്വം എടുക്കുമ്പോഴേക്ക് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു കുത്തിത്തിരിപ്പ് സകലരും കണ്ടില്ലേ? എന്റെ ലളിതമായിട്ടുള്ള ചോദ്യ, നമ്മുടെ കേരളത്തിൽ MN കാരശ്ശേരി മുതൽ അതേപോലെ തന്നെ യോഗേന്ദ്ര യാദവ്, അതേപോലെ തന്നെ പ്രശാന്ത് ഭൂഷൺ, ഇവരൊക്കെ തന്നെ AAP വിട്ട സമയത്ത് ഈ പറയുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകര് അശ്ലീലമായിട്ട് അവസാനിച്ചു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ആരോ കേട്ടോ? ശരി, കോൺഗ്രസിലേക്ക് എത്ര ആള് പോയിട്ടുണ്ട് ഈ AAP-യിൽ നിന്ന് എന്ന ലിസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. സൂര്യ സിംഗ് ധാബെ ഗുജറാത്ത് സെക്രട്ടറി ആയിരുന്നു AAP-യുടെ. ഓം പ്രകാശ് തിവാരി അഹമ്മദാബാദ് സിറ്റി പ്രസിഡന്റ് ആയിരുന്നു. കാന്താജി താക്കൂർ കരോൾ നിയമസഭാ സ്ഥാനാർത്ഥി. 500ഓളം ആളുകൾ പോയി 2025-ൽ കോൺഗ്രസിൽ ലയിച്ചു. 2026-ല് ചണ്ഡീഗഡിലെ കൗൺസിലർമാർ 1 പ്രേംലത, 2 റിതു ചാപ്ര, 3 കുൽദീപ് കോക്കെ, 4 ഹരീന്ദർ ബാബു, 5 യാംഗി കാരിയ. അതേപോലെ ഡൽഹിയിൽ നിന്ന് 2023-24 കാലത്ത് അമർപാൽ സിംഗ്, ദീപക് രാജ് സിംഗ്, വികാസ് സൈനി, പഞ്ചാബ് MP ആയിട്ടുള്ള ധരംവീർ ഗാന്ധി, MLA ആയിട്ടുള്ള രാജേന്ദ്ര ഗൗതം, ഇവരൊക്കെ AAP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയിട്ടുള്ള ആളുകളാ. അന്ന് എന്തേ ഒരു മാധ്യമ പ്രവർത്തകയും രംഗത്തെത്തിയിട്ട് അശ്ലീലമായിട്ട് അവസാനിച്ചു എന്ന് പറയാത്തത്? കാരണം ഒരൊറ്റ ഒന്നേ ഉള്ളൂ, നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകര് കൃത്യമായി പക്ഷമുണ്ട്. അവർ കോൺഗ്രസിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളാ. കോൺഗ്രസിനോ LDF-ന് കേരളത്തിലെ വിഷയം വരുമ്പോ ചില ആളുകൾ LDF-ന് ഒപ്പായിരിക്കും, ചില ആളുകൾ UDF-ന് ഒപ്പായിരിക്കും. ഇത് രാജ്യമൊന്നടക്കമുള്ള വിഷയമാണെങ്കിൽ നേരെ BJP വിരുദ്ധ ചേരിക്ക് വേണ്ടിയാണ് ഇവരൊക്കെ വാദിക്കുന്നത്. നിഷ്പക്ഷമായിരുന്നെങ്കിൽ ഇതിനും ഈ അശ്ലീലം എന്ന പദമൊക്കെ എത്രത്തോളം നിറകേടാണ്
ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയണം. ഇവരാണ് നിഷ്പക്ഷം എന്നൊക്കെ നിരന്തരം വിളിച്ചു പറയാറുള്ളത്. അതായത് യഥാർത്ഥത്തിൽ ഈ AAPയിൽ നിന്ന് നിരവധി ആളുകൾ വിട്ടുപോയിട്ടുണ്ട്. സ്ഥാപക നേതാക്കന്മാരുൾപ്പെടെ നിരവധി ആളുകൾ, രാഘവ് ചദ്ദ ഉൾപ്പെടെ, ഇത് സ്ഥാപിതമായ കാലം മുതൽ വർക്ക് ചെയ്യുന്ന ആളുകളാ. ഇവരൊക്കെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഏകാധിപത്യത്തിനെതിരെയാണ്. അവർ ഉൾപാർട്ടി ജനാധിപത്യം ഈ AAPയിൽ തൊട്ട് തീണ്ടിയിട്ടില്ല. ഇതൊന്നും ചർച്ച ചെയ്യാതെ ഓപ്പറേഷൻ താമര, ഈ ED, എന്ത് ED വന്നിട്ടാണ് കോൺഗ്രസിലേക്ക് 500-ലധികം ആളുകൾ, അതേപോലെ തന്നെ ഈ പറയുന്ന MP MLA ഉൾപ്പെടെ കോൺഗ്രസിലേക്ക് പോയിരുന്നത്? എന്ത് ED വന്നിട്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ AAPയിൽ നിന്ന് ഈ പറയുന്ന കോൺഗ്രസിലേക്ക് കൂറുമാറിയിരുന്നത്, അങ്ങോട്ടേക്ക് അങ്ങ് പോയിരുന്നത്? എന്ത് ED വന്നിട്ടെന്ന? ഇതൊക്കെ സകല മലയാളികളും, ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ഒരക്ഷരവും ഉണ്ടൂല. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയും. ഓപ്പറേഷൻ താമരോ എന്ന് പറഞ്ഞ് വിരളി പിടിച്ചു നടക്കുക സകല മാധ്യമങ്ങളും. ഇവർക്കൊന്നും ഒരു ഉളുപ്പില്ലേ? യഥാർത്ഥത്തിൽ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ തന്നേക്കാൾ ഉയരത്തിൽ ആര് വളർന്നാലും അതിനെ ഇങ്ങനെ വെട്ടി നിരത്തലാണ് AAPയിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഒരു 3-4 റീലുകളിലൊക്കെ ഈ രാഘവ് ചദ്ദയെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവാക്കണമെന്നൊക്കെ കുറച്ചാളുകൾ കമന്റ് ഇട്ടതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്ക് കെജ്രിവാളിന് തന്നേക്കാൾ വളർന്നു എന്ന് കരുതി ഈ പറയുന്ന രാഘവ് ചദ്ദയുടെ രാജ്യസഭയിലെ സ്ഥാനം പോലും വെട്ടിമാറ്റിയിട്ട് പരമാവധി വെട്ടി ഒതുക്കാൻ ശ്രമിച്ചതാ. അതിന് രാഘവ് ചദ്ദ കൊടുത്ത മറുപടിയാ. രാഘവ് ചദ്ദക്കറിയാം ഈ പറയുന്ന AAPയിൽ കെജ്രിവാളിനോട് എതിർപ്പുള്ള ഒരുപാട് ആളുണ്ട്. ഇനി 60-ലധികം MLA തൂക്കുമെന്ന് തന്നെയാ രാഘവ് ചദ്ദ കൃത്യമായിട്ട് പറയുന്നത്. ഒരു കാര്യം ഞാനങ്ങ് എടുത്തു പറഞ്ഞേക്കാം, പഞ്ചാബാണ് BJP പിടിക്കാൻ പോകുന്നത്. ഒരു തർക്കമില്ലാത്ത വിഷയ. AAPയൊക്കെ അടിവേര് മാന്തിയിട്ട് രാഘവ് ചദ്ദ ഇങ്ങ് പോന്നിട്ടുണ്ട്. അത് ഒരു ഓപ്പറേഷൻ താമരയൊന്നല്ല, ഒരു അവസരവും കൊടുക്കാതെ ഒരു ഏകാധിപതിയെ പോലെ ഈ ജനാധിപത്യ രാജ്യത്തൊരു പാർട്ടിയെ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് കൊണ്ടുപോവാമെന്നൊന്നും ഒരു തരത്തിലും കരുതണ്ട. അതിലുള്ള വിവേകമുള്ള ആളുകൾ BJPയിലേക്ക് വരുന്നു. അതിൽ BJPയെ കുറ്റം പറഞ്ഞിട്ടോ അതിലൊക്കെ എന്ത് കാര്യ? ഓപ്പറേഷൻ ED, എന്ത് EDയും എന്ത് ഓപ്പറേഷനും നടത്തിയിട്ടായിരുന്നു കോൺഗ്രസിലേക്ക് നിരവധി ആളുകൾ പോയത്? ഇത് AAPയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ കൊള്ളരുതായ്മക്കെതിരെയാണ് അതിലുള്ള വിവേകമുള്ള ആളുകൾ തീരുമാനമെടുത്ത്. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അതും BJPയുടെ തലയിലേക്ക് വെക്കാനാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇരട്ടത്താപ്പൊക്കെ സകല മലയാളികളും തിരിച്ചറിയുക.